HMS എൽസ കപ്പൽ അപകടത്തിൽ സാക്ഷികളായ നാവികർക്ക് രാജ്യം വിട്ടു പോകുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി. 3 നാവികരുടെ ഹർജിയിൽ വിധി നാളെയാണ്. അന്വേഷണത്തിന് ഉത്തരവിടാൻ കാലതാമസം നേരിട്ടതിൽ തോപ്പുംപടി കോടതിയുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, നാവികരുടെ അവസ്ഥയെ ഓർത്ത് സങ്കടമുണ്ടെന്ന് കോടതി മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ നാവികർക്ക് രാജ്യം വിട്ടു പോകുന്നതിൽ തടസ്സമില്ല എന്ന് പറയുമ്പോൾ അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ലല്ലോ. 3 നാവികരുടെ ഹർജിയിലും നാളെ മാത്രമാണോ വിധി വരിക? പ്രവിത, 7 നാവികരാണ് രാജ്യം വിട്ടു പോകണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. അതിൽ ഇന്ന് കോടതി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. 1ഉം 3ഉം പ്രതികൾക്ക്, ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ ചീഫ് എഞ്ചിനീയർക്കും പോകാനാവില്ല. അവർ ഈ കേസിൽ ഇനിയിപ്പോ ചില ഐഡന്റിഫിക്കേഷൻ പരിപാടിയൊക്കെ ഭാഗമാകേണ്ട ആളുകളാണ്. ബാക്കി 5 പേർക്കും പോകാമെന്ന് കോടതി ആദ്യം പറഞ്ഞു. പക്ഷേ 2ഉം 4ഉം പ്രതികൾ, 2ഉം 4ഉം നാവികർ ഈ പോലീസ് എഫ്ഐആറിന്റെ ഭാഗമാണ് എന്ന് പ്രോസിക്യൂഷൻ കേന്ദ്രം കോടതിയെ അറിയിച്ചതോടുകൂടിയാണ് അവരുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. മറ്റ് 3 നാവികരുടെ കാര്യത്തിൽ അവർക്ക് നാടുവിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ അതിന്റെ ഉത്തരവ് അത് നാളെ ആയിരിക്കും പുറത്തിറങ്ങുക. ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് രാജ്യം വിട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കും. ബോണ്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാകും. ആ വ്യവസ്ഥ നാളെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഈ 2ഉം 4ഉം ആളുകളുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയോട്. ആ കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. കോടതിക്ക് എതിർപ്പില്ലെങ്കിൽ അവർക്ക് കൂടി പുറത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആകെ 5 പേർക്ക് പോകാം. കോടതി എതിർപ്പറിയിക്കുകയാണെങ്കിൽ 3 പേർക്ക് രാജ്യം വിട്ടു പോകാം. പ്രവിത, ശരി, അതാണ് രാജ്യം വിടാൻ അനുമതി നൽകുകയാണ് കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.